പൂക്കളില്ലാതെ ഒരു ആഘോഷവുമില്ല. എല്ലാ ഡെക്കറേഷനും ഫെസ്റ്റിവലിനും പൂജയ്ക്കും ഒക്കെ ധാരാളം പൂക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദീപാവലി, ഓണം, വിഷു ഒക്കെ വരുമ്പോഴും ധാരാളം പൂക്കളാണ്, കിലോ കണക്കിന് പൂക്കളാണ് കല്യാണങ്ങൾക്കൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ട് വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്. അപ്പോൾ അങ്ങനെ കളയുന്ന പൂവുണ്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റം തയ്യാറാക്കാൻ പറ്റുമോ എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ അങ്ങനെ കുറച്ച് പൂവ് എടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കാം. ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 ദിവസം കൊണ്ട് നമുക്കിത് ഉണക്കിയെടുക്കാവുന്നതാണ്. ഒന്ന് ഇലക്കി ഇട്ട് കൊടുത്താൽ മതി. പെറ്റൽസായിട്ട് ഇലക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം. പിന്നെ മഴയൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ റൂമിനകത്ത് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുട്ടികളൊന്നും വലിച്ചെടുത്ത് കളയാത്ത സ്ഥലത്ത് വേണം ഇട്ട് വയ്ക്കാൻ. ഒട്ടും നനവ് ഉണ്ടെങ്കിൽ അത് ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മളെ ഓവണിൽ വെച്ചിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം. അതുപോലെ ഫ്രൈങ് പാനിൽ വെച്ചിട്ടും ഒന്ന് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഉണക്കിയെടുത്ത പൂക്കൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചു കൂടി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടിക്കാൻ എടുക്കുന്ന പൂക്കളിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറുവപ്പട്ട, നമ്മുടെ സിനമൺ സ്റ്റിക്ക്, കുറച്ച് ഗ്രാമ്പൂ, ഇനി കുറച്ച് കർപ്പൂരം നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ടാബ്ലറ്റ്സ് പോലുള്ളത് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ പച്ചക്കർപ്പൂരമാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചകിരി ഇട്ട് കൊടുക്കാം. ഒന്ന് ചകിരി ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമുക്ക് പൊടിച്ചെടുക്കാനായതുകൊണ്ടാണ്. കുറച്ച് ചകിരി മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ല നമുക്കിത് പൊടിച്ചെടുക്കാൻ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ നമ്മൾ ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത പൊടിയിൽ നിന്ന് ഞാൻ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊടിയാത്തത് കൊണ്ടല്ല, നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. നമുക്ക് കുറച്ച് ബേ ലീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നമ്മളിപ്പം പൊടിച്ചെടുത്തത്. ഇപ്പോൾ തന്നെ നല്ല മണമാണ് ഇതെല്ലാം കൂടി ചേർന്ന്. പൂക്കൾ തന്നെ നല്ല മണമുള്ള പൂക്കളാണ്. വീട്ടിലൊക്കെ വെറുതെ ചെടികളിലൊക്കെ നിൽക്കുന്ന പൂക്കൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതേ രീതിയിലൊന്ന് ഒക്കെ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. യാതൊരു കെമിക്കലും ചേർക്കാതെ തന്നെ. ഇപ്പം ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരു ബൈൻഡിങ്ങിനായി നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഹണിയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ്ക്ക് പകരം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഞാൻ തയ്യാറാക്കിയത് നമുക്കിനി അതൊന്ന് ഷേപ്പ് ചെയ്തുകൂടെ എടുക്കണം. ഇപ്പം ഞാനിങ്ങനെ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കോണാകൃതിയിൽ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഇതേ ഷേപ്പിൽ തയ്യാറാക്കാം. അപ്പോൾ നല്ല ബേസ് കിട്ടും. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും വെച്ച് നമുക്കിത് പുകയ്ക്കാവുന്നതാണ്. വെറുതെ അങ്ങ് ടേബിളിൻ്റെ പുറത്തൊന്നും കൊണ്ടുവയ്ക്കരുത്, കത്തിപ്പോവും. ഒരു വിളക്കിൽ വെച്ചിട്ട് നമുക്കിത് കത്തിച്ച് പുകയ്ക്കാവുന്നതാണ്. സന്ധ്യാസമയങ്ങളിൽ കൊതുകിൻ്റെയും പ്രാണികളുടെയും ഒന്നും ശല്യമൊന്നും ഉണ്ടാവാതിരിക്കാനും നല്ല പോസിറ്റീവ് എനർജി വീട്ടിൽ കൊണ്ടുവരാനും ഒക്കെ വളരെ നല്ലതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഈസി ആയിട്ട് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പൂവുണ്ട്. ഇത്രയും നല്ല ഒരു ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കിയത്. അമ്മമാർക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇതേപോലെ ഒക്കെയുള്ള തയ്യാറാക്കാവുന്നതാണ്. ഇനി ഒരു പ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയിട്ട് കടകളിൽ കൊടുത്ത് സെയിൽ ചെയ്യാവുന്നതാണ്. ഈ നമ്മൾ പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന കുമിഞ്ചാൻ ഇതിൻ്റെ കൂടെ ഇട്ട് പുകയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മണവും സുഗന്ധമൊക്കെ കിട്ടും. ഞാനിനി ഒന്ന് കത്തിച്ചുകൂടെ കാണിക്കാം. ഇത് 2 ദിവസം ഒന്ന് നമ്മൾ ഉണക്കിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് കത്തിക്കാനായിട്ട്. ഒന്ന് കത്തിച്ച് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട്
നമുക്ക് അഗർബത്തിക്ക് കത്തിക്കുന്ന പോലെ ഇത് പുകയ്ക്കാവുന്നതാണ്. വളരെ നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒരു ധൂപ്പ് ബട്ടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്